ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇരിക്കണേ നമ്മളെവിടെ ഇതാ ഇങ്ങനെ ആക്കിയെടുക്കലാണ് കേട്ടോ പണി. പിന്നെ അതേമാതിരി പുതിയ കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സാധനം വന്നിരിക്കുന്നത്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. അപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് കേട്ടോ, നമ്മളെ അടുക്കളയ്ക്ക് ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പം ഞാനന്ന് കുറച്ച് ബോട്ടിൽസ് വാങ്ങിച്ചിനല്ലോ കുറച്ച് മുന്നേ, ഫെബ്രുവരിയിലായിട്ടുണ്ടോ വാങ്ങിച്ച്. മെയിലായിരുന്നു നമ്മളെ കുടിയിരിക്കൽ. പക്ഷേ ഞാൻ എൻ്റെ 2 മാസം മുന്നേ തന്നെ ഒക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ബോട്ടിൽ വാങ്ങാന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ, സ്പൈസസുകൾ അങ്ങനെയൊക്കെ ഇട്ടക്കാനൊന്നും ബോട്ടിലില്ല ഇനിയിടാം. അപ്പോൾ ഞാൻ ചെറിയ ബോട്ടിൽ, ഇത് 300 ml ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ചെറുത് 6 സെറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ. പക്ഷേ അതൊന്നും എനിക്ക് അങ്ങോട്ട് കണ്ടുപിടിച്ചിന് ഒരു ഭംഗിയുള്ളതും ഒന്നുമില്ല. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഈ കുറച്ചൊക്കെ ഭംഗിയുള്ളത് നോക്കണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും നല്ലത് കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഗ്ലാസിൻ്റെ തന്നെ ആക്കിട്ടോ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അടുപ്പാണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് പുതിയ കുപ്പികൾ? അപ്പോൾ 6 വരുന്ന സെറ്റാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ എടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഈ അടുപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. പക്ഷെ പുറത്താത് സ്റ്റീലിൻ്റെ ഇതുപോലെ തോന്നുന്നുണ്ട്. 6 വരുന്ന സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ ആ ഒരു ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളൊന്ന് ക്ലീൻ ആക്കലും ഇതിലേക്കുള്ള സാധനങ്ങൾ ഇട്ട് വെക്കലും ഒക്കെ വേണം. അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടപ്പൊക്കെ ഒന്നിട്ട് അടിച്ച് സെറ്റാക്കി വെച്ചത് കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് ഊരിയിട്ട് അത് കഴുകിയെടുക്കണം. നമുക്ക് കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടാൽ നല്ല ക്ലീനാണ്, പക്ഷേ എന്നാലും നമുക്കത് ഒന്ന് തേച്ചരച്ച് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഗതികേടാണല്ലോ. ഞാൻ വേഗം ഒന്ന് ഉരച്ച് കഴുകി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. ഇനി അതൊന്ന് ഉണങ്ങിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമ്മളെ കിച്ചണത്തെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊന്ന് ഉണങ്ങി റെഡി ആയി കിട്ടുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ അത് കഴുകി വെച്ചത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ചെറിയൊരു ക്ലീനിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ക്ലീൻ ആക്കണം കേട്ടോ. ഇത് നമ്മൾ ഷെഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവന്ന സമയത്തും ഇത് ശരിക്കും അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ള കളറിലുള്ള ഇദ്ദേഹം ഇപ്പോൾ ഏകദേശം ഒരു ചന്ദന കളർ അവസ്ഥയിലായിരിക്കും കേട്ടോ. അപ്പം പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കാം. ഇത് 2 വർഷം മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഇനി കേട്ടോ. ഈ ഒരു ബോക്സ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ബോക്സ് നമുക്ക് വാടക വീട്ടിലൊക്കെ നിൽക്കുന്നവർക്കും അതേപോലെ സ്പേസ് കുറവില്ലതൊക്കെ വെക്കാനൊക്കെ പറ്റിയ ഉഷാറായിട്ടുള്ള ബോക്സാണ് കേട്ടോ. ഇവിടെ വന്നിട്ടും ഞാൻ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ. ഇപ്പോഴും ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇതാകുമ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂ കേട്ടോ. അങ്ങനെ 4 ബോക്സ് വരുന്നേ 5 ബോക്സ് വരുന്നേ അങ്ങനെ സെറ്റൊക്കെ കിട്ടും കേട്ടോ. ഞാൻ 4 വരുന്നതേന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അത് കണ്ടാൽ ഇത് കാലൊക്കെ കണ്ടില്ലേ, വേഗം പറിച്ചെടുക്കാൻ വയ്ക്കുമ്പോൾ അത്ര വലിയ ഉറപ്പില്ലാന്നൊക്കെ വിചാരിക്കും. പക്ഷേ നല്ല കനക്ക് താങ്ങും കേട്ടോ. ഞാൻ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളും തുണികളും ഒക്കെ ഇട്ടക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് തുടച്ചെടുത്താലൊന്നും പറ്റൂല, അത്യാവശ്യം പൊടിയുണ്ട്. അപ്പോൾ ഞാൻ സോപ്പൊക്കെ തേച്ചിട്ട് ഉരച്ച് നല്ലപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് പുറത്ത് വെച്ച് നല്ല വെയിലുണ്ടല്ലോ ഉണക്കിയിട്ട് ഇങ്ങോട്ട് അകത്ത് കൊണ്ടുവന്നേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ കിച്ചണത്തെ ബാക്കി അടിയും തൊടിയും പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പണികൾക്ക് ഒരുങ്ങുന്നത് കേട്ടോ. നമ്മൾ രാവിലെ കഴുകി വെച്ച നമ്മുടെ ജാറുണ്ടല്ലോ, അപ്പം അത് വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി. പക്ഷെ എന്നാലും ഉള്ളിലെവിടെയെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് നല്ല പോലെ ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ട് മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പം ഇനി നമുക്കിവിടെ ഉള്ളതൊക്കെ ഒന്ന് സെറ്റാക്കാം. ഇവിടുത്തെ ബോട്ടിലുകളൊന്നും ഉള്ളൊന്നും കഴുകണം ഇല്ല കേട്ടോ. ഒക്കെ ഒഴിച്ച് കഴുകണമൊന്നുമില്ല. നമ്മളിപ്പോൾ അത് കയറിയിട്ട് അധികം ഒന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ ബാക്കിയുള്ള ബോട്ടിലുകൾക്കൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ അലമ്പായി കിടക്കുന്നതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ വലിച്ചിടുന്നത്. അപ്പം നമ്മളെ അതിൻ്റെ ഉള്ളിലുള്ള ബോട്ടിലുകളൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഒന്ന്
കുറച്ച് ഒന്ന് തുടച്ചെടുക്കുക, കുറച്ചൊന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അതൊന്ന് തുടച്ചെടുക്കുകയാണേ. ഇത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ റാക്കിന് ഇതേപോലെ ടൈല് വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ബാക്കിയുള്ള നമ്മളെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഒക്കെ ബാക്കിയുള്ള ടൈല് ഉണ്ടല്ലോ, അത് ഞാൻ ആളോട് കട്ട് ചെയ്ത് അങ്ങനെ വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് സുഖമാണ് കേട്ടോ. ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തിരിച്ചെടുത്ത് വെക്കണം കേട്ടോ. മുകളിലുള്ള തട്ടിൽ കപ്പുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളാണ് മേലെ കയറ്റണത് കേട്ടോ. കാരണം മേലക്ക് കുറച്ചൊന്ന് ഏന്തിച്ചണല്ലോ. എപ്പോഴും ഏന്തിക്കൽ അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ആവശ്യമില്ലാത്ത കുറച്ച് ഗ്ലാസ്സുകൾ ഒക്കെ കപ്പുകൾ ഒക്കെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഞാൻ ആ വെച്ച ആ ഒരു റെഡ് കളറിലുള്ള ആ ഒരു കപ്പ് ഉണ്ടല്ലോ, സെറാമിക്കിൻ്റെ കപ്പാണ് കേട്ടോ. അടിപൊളി കപ്പാണ്. അപ്പോൾ അത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 6 സെറ്റ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വുഡൻ്റെ ലിഡൊക്കെ അല്ലേ ഇതാണ് കേട്ടോ. അത്യാവശ്യം എയർ ടൈറ്റ് ആയിട്ടില്ല ഇതാണ് കേട്ടോ, പാത്രമാണ് കേട്ടോ. ഇത് 3 വരുന്ന സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ഒക്കെ പൊട്ടണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി പാത്രം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ച എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് 3 അതിൽ ഞാൻ പഞ്ചസാര ഉണ്ട് ഒരു ബോട്ടിൽ ഇട്ടേക്കണേ. അങ്ങനെ ഉറുമ്പൊന്നും വന്ന് കയറണമൊന്നുമില്ല. കുറച്ചൊക്കെ എയർ ടൈറ്റ് ആയതുകൊണ്ട് ഉറുമ്പ് കയറണില്ല കേട്ടോ. ഞാൻ മുമ്പ് ഇതാ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. ഇത് 6 വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഉറുമ്പ് കയറുന്നുണ്ട്. ഈ പാത്രം എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ലിഡ് തീരെ ടൈറ്റില്ല. നമ്മളെ പരിപ്പ് പയറുവർഗ്ഗങ്ങളൊക്കെ ഇട്ടേക്കാൻ പറ്റും, പക്ഷെ പഞ്ചസാര ഇട്ടിട്ട് ഉറുമ്പ് വരുന്നുണ്ട്. തീരെ ടൈറ്റ് തന്നെയല്ല കേട്ടോ. നമ്മൾ അഥവാ അതിൻ്റെ അടപ്പൊക്കെ പിടിച്ചിട്ടാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ കാര്യം സലാമത്താവും. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കാണിച്ചു തരാനുള്ളത് ഈ ബോട്ടിലുകളാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടിലുകളാണ്. ഒക്കെ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ലിഡ് ഉള്ളതും ഇത് 3 വരുന്ന സെറ്റ്. പിന്നെ ആ ഗോൾഡൻ കളറുള്ളത് 6 വരുന്ന സെറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഹൗസ് വാമിങ്ങിൻ്റെ അന്നും നമ്മളെ അടുക്കളയ്ക്ക് വരുന്ന പോലെയൊക്കെ കണ്ണിൽ ഉടക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഈ ഗോൾഡൻ കളറിൽ ലിഡ് ഉള്ളത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പാത്രം. കാണാനും നല്ല ഭംഗിയാണേനും അതിന് നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ഈസിയാണ് കേട്ടോ സംഗതി. അപ്പോൾ ആ ഗോൾഡൻ കളറിലുള്ള ലിഡുള്ള പാത്രം ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം നിയമോളെ കയ്യിൽ നിന്ന് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിലത്തേക്ക്. പക്ഷേ എന്നിട്ടൊരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഒന്നും കൂടി ചാടിച്ച് കാണിച്ചു തരുമോ നിങ്ങൾ ചോദിക്കരുത്, ചിലപ്പോൾ പൊട്ടിയാലോ. ലിഡ് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങോട്ടൊന്ന് തിരിച്ചാൽ അടഞ്ഞു, ഇങ്ങോട്ടൊന്ന് തിരിച്ചാൽ തുറന്നു, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പരിപാടി. എളുപ്പം കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും ചെയ്യും സാധനം. പിന്നെ ഇതിൽ പുളി ഉപ്പ് അങ്ങനത്തതൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിഡ് ഉണ്ടല്ലോ തുരുമ്പ് കുടിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ഇട്ടുവെച്ചാൽ ഇങ്ങനെ പൊടികൾ ഇട്ടേക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പാത്രം ഉണ്ടല്ലോ ഇതിൻ്റെ അടപ്പും ഗ്ലാസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് നല്ല എയർ ടൈറ്റ് ആണ് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട് വാഷർ തന്നെ കണ്ടാറില്ല, അടിപൊളി വാഷറാണ്. അതുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അത് 3 ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിനിയത്. അപ്പം നല്ല അടിപൊളി ക്വാളിറ്റിയിലെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റൂലെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു ഇതിട്ട് ഹാർട്ട് ഇട്ടുവെച്ചാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ അപ്പോൾ വാങ്ങാമല്ലോ. അപ്പോൾ ഇനി നമ്മളത് അടുത്തത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള നമ്മളെ പാത്രം, അതും ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. കുപ്പി നല്ല ടൈറ്റ് ആയിട്ടുള്ളതാണേ. ബാക്കി 2 ഇപ്പം ഞാൻ മുന്നേ കാണിച്ചെന്ന 2 ഗ്ലാസിൻ്റെ ബോട്ടിലുകളില്ലേ, അതൊക്കെ 350 ml കേട്ടോ. പക്ഷേ ഇത് 300 ml ആണ് കേട്ടോ. അത്യാവശ്യം സ്പൈസസും പൊടികളും ഒക്കെ കൊള്ളും. അടിപൊളിയാണ് കേട്ടോ. കാണാനും നല്ല ലുക്കാണ്. ആ ഒരു അടപ്പ് ഭയങ്കരമായിട്ട് ആ ഒരു ഭംഗിയായിട്ട് ഉണ്ട് കേട്ടോ. അടപ്പിൻ്റെ ആ ഒരു വെള്ള പോഷന് കാണുന്നത് ചില്ലല്ല കേട്ടോ, പ്ലാസ്റ്റിക് പോലത്തെ എന്തോ ഒരു സംഗതിയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ബോട്ടിലുകളൊക്കെ ഒന്ന് റെഡിയാക്കി ബാക്കിയുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഇട്ടിച്ച് നമ്മളെ ബോട്ടിലൊക്കെ എല്ലാതും ഞാൻ സെറ്റപ്പാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ അതുപോലെ എടുത്ത് വെക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ജനക്കുട്ടൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ജനക്കുട്ടൻ ഉറക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തത് കേട്ടോ. നമ്മളെ ആ ഒരു
ഇതുണ്ടല്ലോ സ്റ്റോറേജ് ബോക്സ് കഴുകി അത് മുതൽ പിന്നെ സെനിക്കുട്ടനെ ഉറക്കം തന്നെ ഇനി കേട്ടോ. ഓൻ ഉണരുന്ന സമയത്ത് ഈ ഗ്ലാസ് ബോട്ടിലുകൾ കൊണ്ടുള്ള പരിപാടിയൊന്നും നടക്കൂല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതുണ്ടല്ലോ അത് താഴത്തെ തട്ടിലാണ് കേട്ടോ വെച്ചത്. അതിപ്പോൾ തൽക്കാലികം ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പക്ഷേ ചിലപ്പോൾ ഞാനത് അവിടുന്ന് മാറ്റേണ്ടി വരും കേട്ടോ. ജനുമോൻ്റെ മൂഡിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഓന് അത് വലിച്ചിടുകയാണെങ്കിൽ വെള്ളം അവിടുന്ന് മാറ്റി മുകളിൽ എവിടേക്കെങ്കിലൊക്കെ വെക്കും. അപ്പം എങ്ങനെയുണ്ട് നമ്മളെ പുതിയ മേക്ക് ഓവർ എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ഉള്ളതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചു. ആദ്യത്തിനെ കാട്ടിലും ഒന്ന് മേനയാക്കി വെച്ചു, അത്ര തന്നെ. അപ്പോൾ അപ്പോഴേക്ക് നമ്മളെ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ ഈ ഒരു ബോക്സ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിനല്ലോ. നല്ല വെയിലുള്ള ദിവസമാണ്, അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിന് കേട്ടോ. അപ്പോൾ ജനിക്കുട്ടന് അസിസ്റ്റന്റ് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇതൊക്കെ ശരിയാക്കി തരാൻ. ഇത് അയച്ച സമയത്ത് ഓനുണ്ടായിനി കേട്ടോ എൻ്റെ കൂടെ തന്നെ. അയച്ച് ആണ്ടാണ് പിന്നെയാണ് ആള് പുള്ളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിനിയത് കേട്ടോ. ഇത് സെറ്റ് ചെയ്യാനും സിമ്പിളാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു കാലുകൾ ഇങ്ങനെ ഘടിപ്പിച്ചു കൊടുക്കുക. നമ്മളെ പണ്ടത്തെ പാത്രത്തിൻ്റെ പച്ചക്കറി സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വെക്കും പോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ തല തിരിച്ചാണ് കേട്ടോ ഞാൻ വെക്കണത്. ഈ പീസ് വെച്ച സംഗതി തിരിച്ചാണ് വെക്കേണ്ടത്. പക്ഷെ ഞാനത് ഘടിപ്പിച്ചതിന് ശേഷം വീണ്ടും എടുത്ത് ഇങ്ങോട്ട് തിരിച്ച് ഒക്കെ വെക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ. സെനിക്കുട്ടൻ ഓരോന്നോരോന്ന് എടുത്ത് തരുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടി. ഇത് കണ്ടാലുണ്ടല്ലോ അധികം ബലമൊന്നും ഇല്ലാത്തൊരു പാറ്റ പോലെയാണ് കേട്ടോ തോന്നുക. ഞാനിത് വാങ്ങിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിനെ അധികം നിൽക്കലൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റേനു കേട്ടോ. 2 വർഷം കഴിഞ്ഞിട്ടും ഒരു കേടുപാടും ഇല്ലാതെ ഇപ്പോഴും സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് കേട്ടോ മൂപ്പര്. അപ്പോൾ മുകളിൽ ഇതേപോലത്തെ ഒരു പോർഷനാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടികളെ ബാഗ് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വല്ല ഫ്ലവർ വൈസോ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്താ വെക്കേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഇനി ഇത് കാണുമ്പോൾ ചിലരൊക്കെ പറയും കീറിയ തട്ടാണല്ലോ ഇട്ടിക്കണത് എന്നുള്ളത്. അത് ശരിക്കും തട്ടം കീറിയതല്ല കേട്ടോ. അതിൻ്റെ തുമ്പത്തുണ്ടാവുമല്ലോ ആ ഒരു ഡിസൈന്, അതിൻ്റെ അടി വിട്ടു പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും സെനുമോനും എന്നെ സഹായിച്ച് ഞങ്ങൾ 2 പേരും അതൊക്കെ തിരിച്ചെടുത്ത് ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. വാടകയ്ക്കൊക്കെ താമസിക്കണവർക്കോ കുറഞ്ഞ സ്പേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് സാധനം വെക്കാം, വെയിറ്റ് ഇല്ലതും താങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വരണ്ടേ. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.